പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വാസവൻ്റെ ആൾക്കാർ മാഷിൻ്റെ വീട്ടിൽ വന്ന് എല്ലാം അടിച്ച് തകർക്കുന്നുണ്ട്. ശ്രീ പ്രോഡക്ട്സിലെ സാധനങ്ങളെല്ലാം അടിച്ച് തകർക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് കേട്ട് എല്ലാവരും ഉറക്കം എണീക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സൗണ്ട് കേൾക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഞാൻ പോയി തുറന്ന് നോക്കാമെന്ന്. അങ്ങനെ വിനായകൻ പറയുന്നത്, വേണ്ട ഞാൻ പോയി തുറക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് കസേരയും മറ്റുള്ള സാധനങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിട്ടേക്കുന്നതാണ് കാണുന്നത്. അപ്പം കൾ പുറത്ത് തന്നെയുണ്ട്. അപ്പം നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വിക്രം എവിടെയെന്ന് ചോദിക്കുകയാണ്. വിനായകൻ പേടിച്ചകത്തോട്ട് കയറുകയാണ്. മാഷ് പറയാണ്, ഞങ്ങൾക്കറിയത്തില്ല, അവൻ ഇലക്ഷൻ്റെ പ്രചരണമായിട്ട് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കൂടെയാണെന്ന് പറയുകയാണ്. എന്തോ ആയാലും അവനെ ഞങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് പിന്നെ വെച്ചേക്കത്തില്ല എന്ന് പറയുകയാണ്. പറഞ്ഞ് അവിടെ കടന്ന ബാക്കിയുള്ള സാധനം കൊണ്ട് അടിച്ച് തകർത്തിട്ട് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. അപ്പോൾ കമലമ്മ മാഷിനടുത്ത് പറയുകയാണ്, എന്താ മാഷേ ഇതൊക്കെ, എന്താണെന്ന് അറിയാൻ വയ്യാലോ എന്ന് പറയുന്നത്. മാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഇത് ആ വാസവൻ്റെ ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. വിനായകനും അതുപോലെ തന്നെ പറയുന്നുണ്ട്, വാസവൻ്റെ ആൾക്കാരായിരിക്കും, വിക്രത്തെ തിരക്കി വന്നതായിരിക്കും എന്നവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് ശ്രീകാന്ത് രാവിലെ തന്നെ പത്രം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ശ്രീകാന്തിന് അറിയാം, എന്നാലും ശ്രീകാന്ത് ആരോടും പറഞ്ഞിട്ടില്ല. പത്രത്തിൽ തന്നെ ന്യൂസ് തന്നെ ഉണ്ട്, വരുൺ കൊല്ലപ്പെട്ടു, വിക്രമാണ് കുത്തിയതെന്നും പറഞ്ഞാണ് ന്യൂസ്. നേരെ ആ പത്രം എടുത്തുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നിട്ട് ശങ്കരനെയും അത് ദീപ്തിയെയും വേദയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വരികയാണ്. വർഷയും പത്മവും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരുടെ അടുത്ത് മുന്നിലായിട്ട് വെച്ച് പറയുകയാണ്, ഇതിൻ്റെ ന്യൂസ് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. വെച്ചിട്ട് പറയുകയാണ്, ആ വാസവൻ്റെ മകൻ വരുണിനെ വിക്രം കുത്തിയെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ദീപ്തി പെട്ടെന്ന് വന്ന് ആ പത്രം വാങ്ങിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ന്യൂസ് കാണുമ്പോഴത്തേക്ക് ദീപ്തി ബോധം കെട്ടങ്ങ് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ദീപ്തി എല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്. ശങ്കരൻ പറയാണ്, ഇവിടെ അകത്ത് കൊണ്ടുപോയി കടത്താൻ പറയാണ്. അങ്ങനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് ആ വാർത്ത അറിയാഞ്ഞതിൻ്റെ ഷോക്കാണെന്നും ശങ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ദീപ്തി അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ശങ്കരൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഇവനങ്ങ് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവാനേ ഇവൻ്റെയൊക്കെ വിധിയുള്ളൂ. ഒരുത്തനെ കൊന്ന് മറ്റവനെ വെറുതെ വിടുവോ? അതിൻ്റെ വാസവൻ്റെ ആൾക്കാർ അവനെയും കൊല്ലും, ഇവനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവാനാ വിധി എന്ന് ശങ്കരൻ്റെ അടുത്ത് പറയുകയാണ്. ഇത് വേദ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വേദയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ മുഖം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ശ്രീകാന്ത് അങ്ങ് പോവുകയാണ്. ശങ്കരൻ ആ ന്യൂസ് നോക്കിയിട്ട് വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശങ്കരന് ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ അങ്ങ് കയറിപ്പോയപ്പോൾ വേദ വന്ന പത്രം എടുക്കുകയാണ്. വേദ വന്ന പത്രം നോക്കിയപ്പോഴത്തേക്ക് വരുണിനെ കൊന്ന വിക്രത്തിൻ്റെ വാർത്തയാണ് അതിനകത്തുള്ളത്. അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വേദയ്ക്ക് സങ്കടം വരുന്നുണ്ട്. വേദ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, വരുണിനെ ഒരിക്കലും വിക്രം കൊല്ലത്തില്ല, അത് ഉറപ്പുള്ളതാണ്, അതിന് എനിക്ക് ഉറപ്പാണ്. ഇത് വേറെ ആരോ വിക്രത്തെ ചതിച്ചതാണ്. ഇനി വാസവൻ്റെ ആൾക്കാർ വിക്രത്തെയും കൊല്ലുമല്ലോ എന്നിങ്ങനെ ഓർത്ത് വിഷമിച്ചിങ്ങനെ വേദ നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദയെ ഓർക്കുവാണ്. എന്തായാലും വിക്രം ഒരിക്കലും വരുണിനെ കൊല്ലത്തില്ല, അത് ഉറപ്പാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ ആരോ കളിച്ചിട്ടുണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദ ഇങ്ങനെ ആലോചിക്കുക. വരുണിനെ വിക്രം കൊന്നു, ഇനി വിക്രത്തെ വാസവൻ്റെ ആൾക്കാർ കൊല്ലും എന്ന പറഞ്ഞ കാര്യം വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ വേദയുടെ സംശയം ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ഇയാളെങ്ങാനുമാണോ ഈ ഇതിനെല്ലാം പിന്നിലെന്ന് വേദയ്ക്കൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം വരുണിൻ്റെ അമ്മ ഭയങ്കര കരച്ചിലാണ്. അതുപോലെ തന്നെ വാസവനെ ബോഡി കാണിക്കാൻ കൊണ്ടുവരുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെയൊക്കെയാണ്. ഇവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ ബോഡി കാണിക്കാൻ വാസവനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ വാസവൻ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ശ്രീകാര്യ ശ്രീനിവാസൻ വരുന്നത്. വരുണിനെ വന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വന്ന വാസവൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് വിക്രമല്ല ചെയ്തത്, ഇത് വേറെ ആരോ ചെയ്തതാ, ഇതിൻ്റെ പിന്നിൽ വിക്രമില്ല, ഇതിൻ്റെ ഇടയിൽ മറ്റാരോ കളിച്ചിട്ടുണ്ടെന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ വാസവൻ്റെ അടുത്ത് പറയാണ്. വാസവനാണെങ്കിൽ ഒന്നും മിണ്ടായ ആകപ്പാടെ തകർന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് വേദ വരുന്നത്. വേദ ആകപ്പാടെ സങ്കടപ്പെട്ട് വിഷമിച്ചാണ് വരുന്നത്. നേരെ വന്ന് ശ്രീകാര്യ ശ്രീനിവാസനെ നോക്കുന്നുണ്ട്. അപ്പം ശ്രീനിവാസൻ പറയുകയാണ്, ഇത് വിക്രത്തെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാ, വിക്രം ഈ തെറ്റ് ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ വേദയാണെങ്കിൽ വിക്രത്തെ സംശയിക്കല്, അവൻ ചെയ്തിട്ടില്ല. അവൻ ഇതിന് തൊട്ട് മുമ്പ് വരെ രാജേട്ടൻ്റെ അടുത്തും അനിയൻകുട്ടൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനല്ല ചെയ്തത്. പിന്നെ ചെയ്ത ആൾ മുഖംമൂടി അണിഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും മുഖം കണ്ടിട്ടില്ല. അതുകൊണ്ട് വിക്രമാണെന്ന് ആർക്കും ഉറപ്പില്ല. ഇങ്ങനൊരു കാര്യം അവൻ ചെയ്യുകയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയണം. ഞാൻ പറഞ്ഞിട്ടുമില്ല, അവൻ എന്നോടത് പറഞ്ഞിട്ടുമില്ല. അപ്പം ഒരിക്കലും അവനല്ല ചെയ്തത്, ഇത് അവനെ കൊടുക്കാൻ വേണ്ടി മറ്റാരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് വേദയ്ക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലാവുന്നുണ്ട്. ഇത് രണ്ട് കൂട്ടരെയും ഒരേപോലെ അടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ആരോ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മിണ്ടാതെ നിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ദയനീയമായിട്ട് ശ്രീനിവാസനെ നോക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ശ്രീകാന്തും അതുപോലെ ചന്ദ്രശേഖരൻ നിൽപ്പുണ്ട്.
നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീകാന്ത് പെട്ടെന്ന് ആകപ്പാടെ ഭയന്ന് വിറച്ച് ഇങ്ങനെ ഒരു കള്ള ലക്ഷണത്തിൽ നിൽക്കുകയാണ്. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. എന്നാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുറുക്കൻ്റെ ബുദ്ധിയാണ് നിങ്ങൾക്ക്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഒരു പയ്യനെ സ്നേഹിച്ചെന്നും പറഞ്ഞ് ആ പയ്യനെ നിങ്ങൾ ഇല്ലാതാക്കി. അതിൻ്റെ പേരിൽ ത്തിനെയും കൂടെ നശിപ്പിക്കുക. അതാണ് നിങ്ങളുടെ ബുദ്ധി. നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ എന്ന് വേദ പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ പറയാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധി ആർക്കും മനസ്സിലാകത്തില്ലെന്നാണോ വിചാരിക്കുന്നത്? നിങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്ന് വേദ പറയാണ്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, മോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ആവശ്യമില്ലാതെ ശ്രീകാന്തിനെ എന്തിനാണ് സംശയിക്കുന്നത്? ഇത് വിക്രമാണ് ചെയ്തതെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. അവരുടെ തന്നെ പാർട്ടിയിലുള്ള പുളിക്കനാണ് പറഞ്ഞത്. വിക്രമും വരുണും 2 പാർട്ടിക്കാരില്ലേ, അതിൻ്റേതായ അഭിപ്രായ വ്യത്യാസം കാണും. അങ്ങനെ പറ്റിയതായിരിക്കും, ഒരബദ്ധം പറ്റിയതായിരിക്കും എന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ്. അങ്ങനെ വിക്രമും വരുണും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്നും വിക്രം ഒരിക്കലും വരുണിനെ ഇങ്ങനൊരു അപകടത്തിലേക്ക് തള്ളിവിടത്തില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങളാണെന്നും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് വേദ പറയാണ്. അവരുടെ സ്വഭാവം എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ദേഷിച്ച് ശ്രീകാന്തിനെ നോക്കുകയാണ്. ശ്രീകാന്താണെങ്കിൽ അകപ്പാടെ കള്ള ലക്ഷണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വേദ അകത്തേക്ക് കയറി പോവുകയാണ്. ശ്രീകാന്ത് ഒന്ന് ഭയക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ പറയാണ്, നമ്മളിവിടം വരെ എത്തിച്ചില്ലയോ, നീ ഭയക്കാതെ നിൽക്ക്, ഇതൊക്കെ അവളുടെ ഒരു സംശയം മാത്രമാണെന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്.